ഹലോ ഗേസ്, എന്താണെന്നറിയോ? ഇന്നലത്തെ ചിക്കൻ കറിയില്ലേ, അതാട്ടാ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി പുരട്ടിയെല്ലാം വെച്ചിട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയാലോ അടുപ്പത്ത് വെക്കണമെന്ന്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പതച്ചിട്ടൊന്ന് എന്ത് ചെയ്യുക, സ്പൂണിൽ അപ്പാട് പോരാണ്ട് കുറച്ച് കയ്യുമ്പിലാക്കിയാൽ ടേസ്റ്റെല്ലാം നോക്കുക. ഉപ്പെല്ലാം കുറവുണ്ടോ, മുളകെല്ലാം കുറവുണ്ടോ, എന്തെങ്കിലും മസാലകളൊക്കെ കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ മാടിയണം. സർവ്വസാധാരണയല്ലേ. അതാണെങ്കിൽ ഉപ്പെല്ലാം ഒരുപാട് കോരിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഉപ്പ് നല്ലതല്ലേ, നമുക്ക് കൂട്ടുന്നൊക്കെ ആയിരിക്കണം, അതാണ് മനസ്സിലായോ? അതുകൊണ്ട് ആവശ്യത്തിന് എല്ലാ ചേരുവകളും ചേർക്കുക. പിന്നെ പറഞ്ഞതിൻ്റെ തൊട്ട് ഇടയ്ക്ക് അടുക്കളയിലൊക്കെ ഒന്ന് കയറുക. രസമല്ലേ, ഇതൊക്കെ രസമാണ്. ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് രസമല്ലേ. അപ്പോൾ അതാണ് ചിക്കൻ കറി അല്ല. നല്ല 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 അടിപൊളി സ്മെല്ല. കോഴിക്കറി അല്ലേ ചിക്കൻ കറി, കോഴിക്കറി എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. കോഴിക്കറി എന്നല്ല പറയുമ്പോൾ തേങ്ങയല്ല നല്ല അടിപൊളി ചിക്കൻ കറി, മസാലകൾ മാത്രമേ. അപ്പോൾ ഓക്കെ, കോഴിക്കറി എല്ലാം കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഒരു 3-4 ഉള്ളി എടുക്കാം. 3-4 ഉള്ളി, ഒരു 4 തക്കാളി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേറെ കാര്യമായിട്ടൊന്നും നല്ല കറിവേപ്പില, മല്ലിയില, ഇത്രയും മതി കേട്ടോ. ഉള്ളി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നതിന് ശേഷം കടുക് പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പില ഇടുക, മുളകിടുക, പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇതാക്കിയത് ഇതിൻ്റെ അകത്ത് ഇടുക. പിന്നെ സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് വാടണം. കുറച്ചൊന്ന് വാടിയതിന് ശേഷം തക്കാളി ഇടുക. വേണേ 2 ഉരുളക്കിഴങ്ങ് ഇട്ടോ. എന്നിട്ട് നല്ലോണം വയറ്റി റെഡിയായി വരുന്നേരം നമ്മളെന്ത് ചെയ്യുക, ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നല്ല ചിക്കൻ കറിൻ്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. പിന്നെ ആ വയറ്റിയെടുക്കുന്നതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള സാധനം കുറച്ച് അതിലിട്ട് കൊടുക്കുക. കാരണം ഈ സവാളൊക്കെ ഒന്ന് ഈ കൂട്ടുകളൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പം എല്ലാ ആവശ്യത്തിനും ഇട്ട് കൊടുക്കുക. നിങ്ങളെന്തായാലും വെക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. കുറച്ച് ചിക്കൻ വാങ്ങുക, എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വെക്കുക തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നാമ്പിലിച്ച് വെക്കുക, ടേസ്റ്റ് ഉണ്ടോയെന്നല്ല. അപ്പം വെളിച്ചെണ്ണയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ ഈ മല്ലിയും മസാലകളൊക്കെയാണ്. ബാക്കി ഓട്ടോമാറ്റിക്കലി ചിക്കനിലുണ്ടാവുമല്ലോ ഒരു ടേസ്റ്റ്. വെക്കാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് പഠിക്കാം മാക്സിമം. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വെച്ച് പഠിച്ചാൽ നിങ്ങളൊരിക്കലും ചിക്കൻ കറി പിന്നെ മറക്കൂല. അറിഞ്ഞുകൂടാത്തവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ചോളൂ സംഭവം. മറ്റേതാകുമ്പോൾ നമ്മൾ നോക്കി മറ്റോല് ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത് പോച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. ഇതാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യൂ. ആ വെക്കുന്നവനറിയാം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ വെച്ച് പഠിച്ചോളൂ, അത് ഉറപ്പാണ്. അപ്പോൾ ഓക്കെ.
എന്നാൽ ശരിയല്ലേ? അത് മായിക്കോ, 1 കിലോ ചിക്കൻ തന്നെ പോയിട്ട് മായിക്കോട്ടാ, കടയിൽ പോയാൽ കിട്ടും. നാടൻ കോഴി വാങ്ങാൻ നോക്കുക, നാടൻ കോഴി നല്ല ബെറ്റർ. കോഴിയെല്ലാം കാണാൻ മാത്രമുള്ള, ആ തിന്നുകാനുകൾ മാത്രമുള്ള ഗുണം ഉണ്ടാവും. നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും. അപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയല്ലോ.